എറണാകുളം കോതമംഗലത്ത് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗ്യാലറി തകർന്നു വീണുണ്ടായ അപകടത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. ടൂർണമെന്റ് സംഘടിപ്പിച്ചത് അനുമതിയില്ലാതെ. പരിപാടിക്ക് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ പാലിച്ചില്ല എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. റാഫി, ഗുഡ് മോർണിംഗ്. പറയാനുള്ളത് അത്ര നല്ല വാർത്തയല്ല. ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? എത്രത്തോളം ആളുകളുടെ പങ്കാളിത്തം ഈ സമയത്ത്, ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്ന മാലിക് ദിനാർ സ്കൂളിലാണ്. അടിവാടുള്ള ഈ സ്കൂളിലെ അല്പം നമുക്ക് മാറി കാണാം. ഈ സ്കൂൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെയുള്ള ഒരു ഗാലറിയാണ്, ഇന്നലെ താൽക്കാലികമായി നിർമ്മിച്ച ഗാലറിയാണ് ടൂർണമെന്റ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തകർന്നു വീണത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് സംഘാടകർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അനുമതിയില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. ഇത് ടിക്കറ്റ് വെച്ചായിരുന്നു ഈ സംഘാടകർ ഇതിനകത്തേക്ക് ആളുകളെ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാനെത്തി കാണാനെത്തിയിരുന്ന ആളുകളുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പഞ്ചായത്തിൽ നിന്നും മറ്റും അനുമതി വാങ്ങണമെന്നായിരുന്നു ഈ ഒരു ചട്ടം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ അനുമതി വാങ്ങാത്തതിനാണ് പോലീസ് സംഘാടകർക്കെതിരെ വീഴ്ച പറ്റിയതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ടൂർണമെന്റുമായി ബന്ധപ്പെട്ടുള്ള സംഘാടകർ തന്നെയുണ്ട്. ഇന്നലെ ശരിക്ക് എന്താണ് സംഭവിച്ചത്? എത്ര മണിയോട് കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത്? ഏകദേശം 10 മണിയോടുകൂടിയാണ് സംഭവിച്ചത്. നമുക്ക് അങ്ങനെ ഒരു നിർഭാഗ്യകരം എന്ന് പറയാം. കാരണം ഇതിന് മുമ്പ് 14 ദിവസം മത്സരം നടന്നതാണ്. ഇന്നിപ്പോൾ 15ാമത്തെ ദിവസമായിരുന്നു ഫൈനൽ. നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ആളുകൾ അപ്പോൾ ആ സമയത്ത് എത്തിയിട്ടില്ല. ഏകദേശം ഒരു 200ഓളം ആളുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ഗാലറിയിൽ. ഒരു 1200 ആളുകൾ ഉൾക്കൊള്ളാവുന്ന ഒരു ഗാലറിയാണ് സജ്ജാക്കിയത്. മത്സരം തുടങ്ങുന്നതിന് ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് മുമ്പാണ്. ടീം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യം വന്ന് കുറച്ച് ആളുകൾ ഈ ഫസ്റ്റ് ഗിയർ ചെല്ലുന്ന എൻട്രൻസ് എന്നുള്ള രീതിയിൽ അവിടെ കയറിയിരുന്നു. ഒരു 200 ആളുകൾ ഏകദേശം ഉണ്ടാവും. നിലവിൽ എത്ര ആള് ചികിത്സയിൽ കഴിയുന്നുണ്ട്? ആ പരിക്കേറ്റ ആളുകളുടെ ഒരു സ്ഥിതി എന്താണ്? പരിക്കേറ്റ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ ഇന്നലെ കുറച്ച് ആളുകൾ ഹോസ്പിറ്റലിൽ ചെന്നായിരുന്നു. അവരെ എല്ലാവരെയും പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം വിട്ടയച്ചു. അപ്പം നിലവിൽ 2 പേരാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉള്ളത്. ഒരാൾ കോതമംഗലം ബസോലിയസ്, ഒരാൾ ആലുവ രാജഗിരിയിലുള്ള ആളുകൾ ചിലപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആവാൻ. പിന്നെ ബസോലിയസിലുള്ള ആളുടെ കാലിന് ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്. അത് ഡോക്ടർ കണ്ടതിന് ശേഷം ചിലപ്പോൾ അഡ്മിറ്റ് ആവുക. ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഈ അനുമതിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് പോലീസ് പറയുന്നത്. ഇല്ല, അനുമതിയുമായി ബന്ധപ്പെട്ടല്ല. നമുക്ക് അനുമതി എല്ലാത്തിനും ഉണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ ഇൻഷുറൻസിൻ്റെ മറ്റുള്ള എല്ലാ പേപ്പറും കാണിച്ചു തന്നല്ലോ. അനുമതി എല്ലാത്തിൻ്റെയും ഉണ്ട്. പിന്നെ നമുക്ക് ടിക്കറ്റ് വെച്ചുള്ള ഒരു പരിപാടിയല്ലല്ലോ ഇത്. സംഭാവന അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാം. സംഭാവന കൂപ്പണാണിത്. ഇതാണ് സംഭാവന കൂപ്പൺ. ഇത് വരുന്ന ആളുകൾ നമ്മുടെ പാലിയേറ്റീവും അതുപോലെ നമുക്ക് കിടപ്പ് രോഗികളുടെ വീടുകളിൽ ചെന്നുള്ള ഹോം കെയർ ശുശ്രൂഷകളും കാര്യങ്ങളും ഉണ്ട്. ഫ്രീ ആയുള്ള ആംബുലൻസ് സർവീസുണ്ട്. ആ രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനമാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ചാരിറ്റി പ്രവർത്തനവും കാര്യങ്ങളും കഴിഞ്ഞ് 29 വർഷമായിട്ട് നടത്തുന്നുണ്ട്. അത് ഈ മേഖലയിലെ ആളുകൾക്കറിയാം. ആളുകൾ വരുന്നു, ഒരു ചെറിയ സംഭാവന കൂപ്പൺ എന്നുള്ളൊരു നറുക്കെടുത്ത് നമ്മളപ്പോൾ തന്നെ ചെറിയൊരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അത് വരുന്ന ആളുകളെല്ലാവരും ചെറിയ രീതിയിൽ ഈ പഞ്ചായത്തിൽ നിന്നും മറ്റു അനുമതികളെല്ലാം വാങ്ങിക്കൊണ്ട് തന്നെയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. സുരക്ഷാ വീഴ്ച മറ്റ് ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടാകും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള? അത് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള മുഴുവൻ, ഞാൻ നിങ്ങളെ രേഖകൾ കാണിച്ചു തന്നല്ലോ, എൻ്റെ ഇൻഷുറൻസും മറ്റുള്ള മുഴുവൻ രേഖകളും നമ്മുടെ കയ്യിലുണ്ട്. ആ രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചായിരുന്നു. അതുപോലെ നമ്മൾ ആംബുലൻസ് സൗകര്യം എല്ലാം ഏർപ്പാട് ചെയ്തിട്ടാണ് ഇവിടെ മത്സരം സംഘടിപ്പിച്ചത്. അതാണ് വിത്തിൻ സെക്കൻഡ് നമുക്ക് ഇവിടുന്ന് ആളുകളെ, പരിക്കേറ്റ ആളുകളെ എത്രത്തോളം, ഏതാണ്ട് 35ഓളം ആളുകളെ നമ്മളപ്പോൾ തന്നെ ആ ഗാലറിയിൽ ഇരുന്ന ആളുകളെ ഹോസ്പിറ്റലിൽ ആക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ്. ഈ പോലീസിൽ നിന്നുള്ള അനുമതി വാങ്ങിയിട്ടുണ്ടോ? എല്ലാ അനുമതികളും ഉണ്ട്. ഇവർ സൂചിപ്പിക്കുന്നത് അനുമതികളെല്ലാം വാങ്ങിയിരുന്നു എന്നാണ്. മൊത്തം 37 പേർക്കാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ പരിക്കേറ്റത്. ഇതിൽ നിലവിൽ 2 പേർ മാത്രമാണ് ചികിത്സയിലുള്ളത്. ബാക്കി ആളുകൾ ഇന്നലെ തന്നെ ആശുപത്രികളിൽ നിന്ന് പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം വീടുകളിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ശരി, റാഫി കരീമാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ സംഘാടകർക്കെതിരെ ഇപ്പോൾ കേസ് എടുക്കുന്നുണ്ട്. പക്ഷേ സംഘാടകരിൽ ഒരാളാണ് ഇപ്പോൾ റാഫി കരീമുമായി സംസാരിച്ചത്. അവർ പറയുന്നത് മുൻകൂട്ടി വാങ്ങേണ്ട അനുമതി, നിയമ നടപടികൾ അതൊക്കെ സ്വീകരിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത്. സംഭാവനയാണ് അവർ വാങ്ങിയത്, ടിക്കറ്റ് വെച്ചിട്ടല്ല. 200 പേരെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടത് പോലീസാണ്. ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും.